പോലീസിന് കള്ളക്കേസുകൾ എടുക്കേണ്ടുന്ന ഗതികേട് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? സാമാന്യബോധമുള്ള മനുഷ്യർക്ക് പോലും കേട്ടാൽ യാതൊരു ലോജിക്കുമില്ലാത്ത വ്യാജ പരാതികൾ വരുമ്പോൾ കേരള പോലീസിന് എന്തുകൊണ്ടാണ് ജാമ്യമില്ലാ വകുപ്പുകളിട്ട് കേസെടുത്ത് കോടതികളിൽ ഇളിഫിരാകേണ്ട ആ ഗതികേട് ഉണ്ടാകുന്നത്? പോലീസ് വെറും റെഡ് വോളിൻ്റെ സ്ഥലത്തിലേക്ക് താഴ്ന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന് രാഹുലിനെതിരെയും നീതിക്കായി ശബ്ദിക്കുന്ന ഞങ്ങൾക്കെതിരെയും ഒക്കെ എടുക്കുന്ന കേസുകൾ നോക്കുക. കോടതിയിൽ അവയെല്ലാം ഞങ്ങൾ പൊളിച്ചിട്ടുണ്ട്. അതുപോലെ ഈ മാപ്രകൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിട്ടു എന്നൊക്കെ വിളിച്ചു പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ അറസ്റ്റും റിമാൻഡും ഒന്നിൻ്റെയും അവസാനമല്ല, അന്വേഷണത്തിൻ്റെ ചെറിയൊരു പ്രാരംഭ ഘട്ടം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ഇതും കൊണ്ടൊന്നും സംഭവിക്കില്ല. ഇടുക്കിയിൽ നിന്നും ജോബ് വിളിച്ചത് കേൾക്കുക. i2i ന്യൂസ്, റിയാക്ട് ഫോർ റൈറ്റ്, പ്രതികരിക്കാൻ ഒരിടം. ഞാൻ ഇടുക്കി ജില്ല എന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് ജോബ് എന്നാണ്. ഞാൻ വിളിച്ചത് സാറേ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടർച്ചയായിട്ട് ഇങ്ങനെ കേസുണ്ടാക്കുന്നു. ഞാൻ സാറിൻ്റെ സൈഡിൽ ന്യൂസ് കേൾക്കുന്നയാളായതുകൊണ്ടാണ് ഇത് ഞാനിപ്പോൾ വിളിച്ചത്. ഒരു വ്യക്തി ഇങ്ങനെ തുടർച്ചയായിട്ട് ആക്ഷേപം ചെയ്യുമ്പോൾ അതിനെതിരെ കേസെടുക്കുന്ന ഈ പോലീസുകാർക്കെതിരെ നമുക്ക് പരാതി കൊടുത്താൽ എന്താ കുഴപ്പം? എന്താ കള്ളക്കേസ് ഉണ്ടാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഒന്ന്, ഈ പോലീസ് സംവിധാനങ്ങൾ എന്ന് പറയുന്ന ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കേണ്ടുന്നത് പറഞ്ഞാൽ ഇന്ന് വെറും ഭരണകൂടത്തിന്റെ അവന്റെ ചെരുപ്പ് നക്കികളായി പോയി എന്നതിന്റെ ഗതികേടാണ് ഈ ജനാധിപത്യ സംവിധാനത്തിൽ. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇത്തരം പരാതികൾ ഉണ്ടാകുമ്പോൾ അത് പ്രാഥമികമായി ഒന്ന് പരിശോധിച്ച് അത് നിലനിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ പോലും ഇവന്മാരുടെ മന്ത്രിയുടെ ആഫീസിൽ നിന്ന് പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്ത ഈ അന്തംകമ്മി ഈ മോന്മാര് പറയുന്ന വകുപ്പുകൾ അവന്മാര് പറയുന്നതനുസരിച്ച് ചാർത്തി കൊടുക്കാനിരിക്കുന്ന ഗതികേട് അല്ലെന്നേ. ഇതിനകത്ത് സാറേ, അതിനകത്ത് എനിക്ക് മനസ്സിലാവുന്ന ഒരേ രീതിയിലാണ്. ഇപ്പോൾ മൂന്നാമത്തെ കേസാണ് എൻ്റെ അറിവിൽ വന്നേക്കുന്നത്. വേറെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. എല്ലാം ചെന്നാ ഉടനെ ഒരു പെണ്ണിനടുത്ത് ചെന്ന ഉടനെ നമ്മളപ്പോൾ ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയ ഉടനെ ഇനി എനിക്ക് ഗർഭിണിയാക്കണമെന്നാണോ പറയുക ആരെങ്കിലും ആണുങ്ങൾ എന്നാ ഉടനെ? അത് അങ്ങനൊന്നും ചോദിക്കില്ല. അതാ പറഞ്ഞേ, സാധാരണക്കാരൻ, അതായത് ഇവന്മാരോട് പറഞ്ഞ ഒരു സാധാരണ മനുഷ്യൻ പോലും കേട്ട തലതല്ലി ചിരിക്കുന്ന സൈസ് സ്റ്റേറ്റ്മെന്റുകളാണ് ഈ പരാതിയിലുള്ളത്. ഒന്ന് ഈ താങ്കൾ ഈ പറഞ്ഞത്, ഞാൻ നിന്നെ ഗർഭിണിയാക്കും, 3 മണിക്കൂർ അതെങ്ങനെയാ? അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതിപ്പം പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു ഇപ്പം ഒരു പഞ്ചായത്ത് മെമ്പർ വലുതായാൽ പോലും നമുക്കിപ്പോൾ അവരുടെ അടുത്ത് ചെല്ലാൻ മേലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ആണുങ്ങൾക്ക്. ആ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ ഇന്ന് ഒരു സ്ത്രീയെ മുന്നിൽ നിർത്തി ആർക്കെതിരെയും ഏത് കൊലമ്പനെതിരെയും പരാതി കൊടുക്കാം. ഈ ആരോപണം ഇപ്പൊ പിടിച്ച് ബലാത്സംഗം ചെയ്യിച്ചു അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് ജാമ്യമില്ലാ വകുപ്പിട്ടാൽ ഏതവനെ നാറ്റിക്കാം, നശിപ്പിക്കാം, അകത്തെടുത്തിടാം. ഈ പരാതി കൊടുക്കുന്നവർക്ക് അതിജീവിത എന്ന പേരും ഇവരുടെ ഐഡന്റിറ്റി ഒരു മനുഷ്യൻ പോലും അറിയത്തില്ല. എന്ന മറ്റവനെ നശിപ്പിച്ച് നാറ്റി അവനെ ആത്മഹത്യ ചെയ്യിപ്പിക്കാം. ആത്മഹത്യ അത് തിരിച്ചു കൊണ്ടുപോകണം. ഞാൻ ഇപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ ഇപ്പോൾ 50% 50% വനിതാ സംവരണമാണ്. അതിനകത്ത് CPM ഉണ്ട്, BJP ഉണ്ട്, കോൺഗ്രസും ഉണ്ട്, എല്ലാ കോപ്പും ഉണ്ട്. ഇപ്പം ഏതെങ്കിലും ഒരു മെമ്പർക്കെതിരെ അവർ കാണിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞു പോയെങ്കിൽ അവർ വരെ എൻ്റെ അടുത്ത് വന്നിട്ട് നമ്മളൊരു ആവശ്യത്തിന് ഒപ്പിടിക്കാൻ അശ്ലീലാംഗ്യം കാട്ടി എന്ന് പറഞ്ഞാൽ മതി. അല്ലെ തിരുവനന്തപുരം മേയർ പറഞ്ഞത് കണ്ടില്ലേ? പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക ഡ്രൈവർ, അതിന്റെ പുറകെ കൂടെ ഒരു ചെറിയ കാറെ പോയവളെ അശ്ലീലാംഗ്യം കാണിച്ചെന്ന്. സാറേ, ഹെഡ്ലൈറ്റിന്റെ ഇത് പോകുമ്പോൾ എങ്ങനെയാ വെട്ടം കാണാൻ പറ്റും? നമുക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളെ കാണാൻ പറ്റുമോ? ഇപ്പൊ ഈ പിണറായി ഇവര് രണ്ടാം പ്രാവശ്യം ഇവര് പെണ്ണ് കേസ് ഇല്ലെങ്കിൽ ഇടതുപക്ഷമില്ല. ഇത് ഇവന്മാരുടെ പാരമ്പര്യമാണ്, അവന്മാരുടെ ജനുസു ഗുണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇതിന് അവസരം വിട്ടു കൊടുത്ത ആരാ? ഈ കേക്കച്ചനല്ലേ? കോൺഗ്രസ്സുകാർക്ക് നല്ല പങ്കുണ്ട്. അല്ല, അതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല. കോൺഗ്രസ്സുകാർ ഇന്ന് വരെ പ്രതികരിച്ചിട്ടില്ല. ഇതിനോട് എന്ത് സന്ദേശം നൽകുന്നത്? അതായത് നമ്മുടെ കൂടപ്പുറപ്പിന് എന്തായിക്കോട്ടെ ഇവനെ കൊല്ലാനിട്ട് കൊടുക്കുന്ന മറ്റന്മാർക്ക് തേർവാഴ്ച നടത്തുവാൻ, അതായത് ഇന്നും ഈ 4.5 മാസമായി ഈ വിഴുപ്പിട്ട് അലക്കുവാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ഇവന്മാരല്ലേ? ഇവന്മാര് സ്റ്റേണായിട്ട് തന്നെ പറയുവാണ്, ഇടയിൽ ഒരു കാര്യം ചെയ്യും, പരാതിക്കാരുണ്ട്, പോലീസ് അന്വേഷിക്കോട്, കേസ് കൊടു, ചിലപ്പോൾ കുറ്റം ചെയ്തോ, ഓക്കെ, കേസ് കൊടു, പോലീസ് അന്വേഷിക്കട്ടെ. അറസ്റ്റ് ചെയ്യുന്ന ഈ അറസ്റ്റും റിമാൻഡും ഒന്നും അവസാനമല്ല, അതൊരു അന്വേഷണത്തിന്റെ ഭാഗമാ.
വിധി വന്നാൽ അദ്ദേഹത്തിന് അന്തിമ അതാ വിധി വന്നാൽ പത്തയുടെ- ഇയാളെ ഞങ്ങൾ പാർട്ടിയിൽ വെച്ചേക്കത്തില്ല എന്നൊരു സ്റ്റാൻഡായിരുന്നു എടുക്കുന്നെങ്കിൽ ഈ ഐറ്റങ്ങളൊക്കെ ഇവിടെ ഇറങ്ങുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ സ്വപ്ന സുരേഷ് പറഞ്ഞല്ലോ, സ്വപ്ന സുരേഷ് പറഞ്ഞൊരു വാചകമുണ്ട്, വി ടിക്കറ്റ് വെരി ഡാറ്റി മാൻ എന്നാ അവർ പറഞ്ഞത്. മിനിസ്റ്റർ ടിക്കറ്റ് വി ടിക്കറ്റ് കൊള്ളാത്തവൻ. കാരണം അവർ നേരിട്ട് 100 പ്രാവശ്യം പറഞ്ഞ് ഞാൻ ന്യൂസ് കേട്ടതാണ്. അതേപോലെ തന്നെ തോമസ് ഐസക് അവരെ മൂന്നാറിന് കൊണ്ടുപോകാൻ വിളിച്ചതാണ്. ഞാൻ മൂന്നാറടുത്താണ് താമസിക്കുന്നത്, മൂന്നാറിലേക്ക് പോകുന്ന വഴി ഇടുക്കി ജില്ല. ആ മൂന്നാറ്റിലേക്ക് കൊണ്ടുപോകാൻ അവരെ വിളിച്ചതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കറായിട്ടിരുന്ന രാമകൃഷ്ണൻ, അത് അങ്ങനെ ഒരു പേരങ്ങനെയില്ല, കണ്ണാടി ഒക്കെ മേടിച്ചു കൊടുത്തു തന്നെ അദ്ദേഹം. അങ്ങനെ CPM ഇവർ 100,000 പേരുള്ളതായിട്ട് മുകേഷ് MLA മുകേഷിന്റെ തീവ്രത കുറവായിരുന്നു. അപ്പൊ സഖാത്തി പെണ്ണിന്റെ കല ഇവർ മിഷൻ കൈ കൊടുത്തിട്ടാണ് ഇതിന്റെ തീവ്രത ഇളക്കാനായിട്ട്. നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയൊക്കെ പറയുമ്പോൾ. ഇതിപ്പോ ഈ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ അടുത്ത പ്രാവശ്യം ചെയ്യാമില്ല. നമുക്കിപ്പോ ഒരു മനസ്സിലാക്കണമെന്നറിയോ, ഇതിപ്പോ സതീശന്റെ കുബുദ്ധിയാണ് ഇപ്രകാരം ഒരു വിഷയം വീണ്ടും, അതായത് ഇവന്റെ നിലപാട് സത്യമായിരുന്നു എന്ന് വരുത്തി തീർക്കേണ്ടതിന്റെ ഇവന്റെ ആവശ്യമാണ്. ഇല്ല ഇവൻ ഈ 25 കൊല്ലം ഈ പണിയെടുത്ത് വെറുതെ ആകും. അതുകൊണ്ട് ഇവൻ ഇങ്ങനെയുള്ള ആളുകളെ ഇറക്കി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പിണറായി ഏറ്റെടുത്ത് പിണറായി ഇവനെതിരെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ആ ദേഷ്യം മൊത്തം പിണറായിയോടും ഇടതുപക്ഷത്തോടും പോകും. അങ്ങനെ ജയിക്കുമ്പം ഇവന് ഭരണവും കിട്ടും, അതിന്റെ നേട്ടം ഇവന്റെ ആണെന്ന് അവകാശപ്പെടുകയും ചെയ്യാം. രാഹുലും തീരും. ഒരു പടിക്ക് 3 പക്ഷി. രാഹുൽ മാത്രമല്ല തീരുന്നത്, പിന്നെ ഒരുത്തം കയറി വന്നാൽ ഇപ്പൊ ഞാൻ അവിടെ കയറി MLA അതല്ല, നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ MLA സ്ഥാനത്തേക്ക് മത്സരിച്ചാൽ ഞാനിപ്പോ ഈ പറഞ്ഞ നിങ്ങൾക്കെതിരെയാ ഞാൻ പറയുന്നെങ്കിൽ എന്നെ നിങ്ങൾ ഇതേപോലെ തീർത്ത് കളയല്ലേ? അല്ല, ഇവനെ സംബന്ധിച്ചുള്ള ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇന്ന് കോൺഗ്രസിലുള്ള ഒരു നേതാക്കന്മാർക്ക്, മുതിർന്ന നേതാക്കന്മാർക്കായിക്കോട്ടെ ചെറുപ്പക്കാർക്കായിക്കോട്ടെ, ഇവനെതിരെ ശബ്ദിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കിയത് ഇവൻ ഈ കഴിഞ്ഞ 25 കൊല്ലം കൊണ്ട് തേൻകണി പരിപാടിയുമായിട്ട് നടക്കുന്ന ഇവൻ എല്ലാവരെയും കുടുക്കി എല്ലാവരും എതിരെയുള്ള ഇതുപോലെ ഓരോ പെണ്ണുകേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവന്മാരെല്ലാം പേടിക്കുന്നു. ഈ കിങ്ങിണിക്കുട്ടനും ഒക്കെ ഇവനെ പേടിച്ച് ഇവന് വേണ്ടി ഈ നാക്ക് വാടകയ്ക്കുമായിട്ട് ഇന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ ഇവൻ ആരാമോന്ന് ഓർത്തു നോക്കി. ഇവരെ ഒന്നും അങ്ങനെ ഒരുത്തനെ നേതാവാക്കിയ നമ്മുടെ ആവശ്യം വന്നാൽ നമ്മുടെ കൂടെ നിൽക്കി അകത്തവനെ നേതാവാക്കിയിട്ട് എന്നാ കാര്യം? എന്തിനാണ് അവനെ അങ്ങനെയുള്ളവനെ ഒഴിവാക്കണം. ചെറുപ്പക്കാർ തന്നെ മുന്നോട്ടിറക്കാൻ നോക്കണം. ഒറ്റയ്ക്കുള്ള സംവിധാനം. ഇപ്പം നമുക്കൊക്കെ 100 അനുഭവങ്ങളാണ് ഇതിപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി എന്ന് പറഞ്ഞാൽ അവർ ഏത് കള്ളക്കേസിലും കൊടുക്കാൻ അവർ റെഡിയാണ്. അവരുടെ നിലനിൽപ്പ് മാത്രമേ ഉദ്യോഗസ്ഥന്മാർ നോക്കുകയുള്ളൂ. അവരുടെ നിലനിൽപ്പ് മാത്രം. എനിക്കിത് അനുഭവമുള്ള എനിക്കെന്ന് വെച്ചാൽ പിന്നെ ക്രിമിനൽ കേസോ ഇങ്ങനെയുള്ള കേസൊന്നും അല്ല. ഞാനൊരു മരം വെട്ടിയിട്ട് ഫോറസ്റ്റുകാർ കാണിച്ച പണി എനിക്കറിയാം. അതുപോലത്തെ കേസ് കാണിക്കുന്നവരാണ് ഈ ഉദ്യോഗസ്ഥന്മാർ. ഇവരെയൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് ഇതിന് കേസ് അതായത് രാഷ്ട്രീയക്കാരന്റെ ഇതുപോലുള്ള കള്ളക്കേസുകൾ ഇവൻ എടുത്ത് സഹായിക്കുമ്പോൾ തിരിച്ച് ഇവന്മാരുടെ വ്യക്തിപരമായ കേസുകളും ഇവന്മാർക്ക് നേട്ടം കിട്ടാത്ത അല്ലെങ്കിൽ ഇവന്മാർക്ക് പണി കൊടുത്തക്കന്മാർക്കോട്ട് ഇവന്മാർ പണിയുമ്പം മേളിലുള്ളവന്മാർ കണ്ണടയ്ക്കും. ഇതങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പരം ചൊറിഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടിയാ. അതിനകത്ത് ഈ കോൺഗ്രസ്സുകാർ ഇതിന് മിണ്ടാത്ത എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു അഴിമതിക്കാരനാണ്, ഞാൻ കോൺഗ്രസിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അഴിമതി കാണിച്ചു, അപ്പൊ എന്റെ കേസ് മിണ്ടായിരിക്കണമല്ലോ. നിങ്ങളുടെ കേസിനകത്ത് ഞാൻ ഊരി വിട്ടതല്ലേ? എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രാഹുലിനെതിരെ ഇവന്മാർ ഇമാതിരി ഒരു നിലപാടെടുത്ത് ഈ കോൺഗ്രസിന് ജനങ്ങൾ വോട്ട് ചെയ്യുമോ? എന്തായിരിക്കും ഇവന്മാർക്ക് വരാൻ പോകുന്ന അവസ്ഥ? എന്തായിരിക്കും? രാഹുലിനെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയാൽ എന്താ കുഴപ്പം? എന്താന്നാ ഞാൻ ചോദിക്കുന്നത്. ഒറ്റയ്ക്ക് അയാൾ തോക്കത്തില്ലെന്ന് ഉറപ്പുണ്ട്. ഒറ്റയ്ക്ക് നിർത്തണം. പക്ഷെ ഒറ്റയ്ക്ക് നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ഇടതുപക്ഷം കളിക്കും, നമ്മുടെ കോൺഗ്രസ്സുകാരനും കളിക്കും. അല്ല, അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ ഇപ്പോഴത്തെ രാഹുലിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കുവാൻ ഉള്ള നീക്കങ്ങൾ നടത്തുന്നപ്പോഴാണ് ഇപ്രകാരമുള്ള ഒരു സംയുക്ത ആക്രമണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഒരു 10 കേസും കൂടെ വരട്ടെ. 10 ഇപ്പൊ ഞാൻ എന്റെ ആലോചന കാനഡയിൽ കിടക്കുന്ന MLA ആകുന്നതിന് ഇപ്പൊ ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു MLA പോലും അല്ല, ഒരു MLA പോലും അല്ലാത്ത ആൾ എങ്ങനെയാ ഇവരെ വിളിക്കുന്നത്? ഒരു MLA പോലും അല്ലാത്ത രാഹുലിനെ 5 കൊല്ലം മുമ്പ് കണ്ടാണ് അവരെ വിളിച്ചത്, ഇവരെ പീഡിപ്പിക്കും. അവരിങ്ങോട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടാൽ കൊള്ളാമെന്ന് തോന്നി, ഇയാളെ കൊള്ളാമെന്ന് തോന്നി പെണ്ണുങ്ങൾ ഇങ്ങോട്ടാ വന്ന് കയറുന്നേ. അവര് കാശും മേടിച്ച് റൂം പോലും എടുത്തു. ഇവരുടെ പരാതി റൂം പോലും ഇവരല്ലേ എടുത്തത്. എന്നിട്ട് ബലാത്സംഗം ചെയ്തവന് ജട്ടിയും ചെരുപ്പും മേടിച്ചു കൊടുത്തു. അത്രയും ചെന്ന് ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ഗർഭിണിയാക്കി ഞാൻ പോകാന്നാണോ പറയുന്നത്? അതാ പറഞ്ഞ ഈ തിരക്കഥ എഴുതിയത്, ഈ 3ന്റെയും തിരക്കഥ ഒരേ ശൈലിയിൽ മാറ്റി എഴുതിപ്പിക്കേണ്ടി വന്നത്. അതല്ല, അവനെ പൊക്കാമെങ്കിൽ കാര്യം നടക്കും. ഈ എഴുതി കൊടുത്തവനെ പൊക്കി അകത്തിരിക്കാമെങ്കിൽ കാര്യം നടക്കും. അത് ഇവനാണ് ഇതിന്റെ എല്ലാം ആണിക്കല്ലേ.
എന്നിട്ട് അവൻ പമ്പി നടക്കുക കണ്ട അവൻ ഈ പ്രശ്നം ഇതിന് കറക്റ്റ് വിദേശത്ത് പോയി ആസൂത്രണം ചെയ്തെല്ലാം ഇവരെ അറസ്റ്റ് ആയപ്പോ അതൊക്കെ തിരിച്ചു വന്നു. ഞാൻ ആദ്യം വി ഡി സതീശൻ ഈ പണി കാണിക്കുമെന്ന് എയർപോർട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഖദറെല്ലാം കൂടെ ഊരി ദൂരെ കളയും, ജീൻസും ഷർട്ടും മറ്റേ പിള്ളേരുടെ ഷൂസും ഒക്കെ ഇട്ട് പോകും, തിരിച്ചിവിടെ വരുമ്പോഴത്തേക്കും വീണ്ടും ഖദറിടും. അങ്ങനെ തന്നെയാ. പിണറായി പോയി അവിടെ പോയി അമേരിക്ക പോയി ഇരുമ്പ് കസേര കയറിയിരുന്നതല്ലേ. ഈ 3 പ്രളയം ഇടുക്കിയിലുണ്ടായി, 2 പ്രളയം ഇടുക്കിയിലുണ്ടായി, കൊറോണ ഉണ്ടായി. സാധാരണക്കാരായ ഒരാൾക്ക് പോലും 1 രൂപയുടെ സഹായം അവരാകെപ്പാടെ കൊടുത്തു തന്നെ. കുറെ കടലയും കുറെ പയറും അവർ കിറ്റ് കൊടുത്തെന്ന് പറഞ്ഞു. എന്നിട്ട് എമ്മമണി പറഞ്ഞു, എമ്മമണിയാണ് ഞങ്ങളുടെ MLA, പുള്ളി വന്നെന്താ കിറ്റ് കൊടുത്തത് ഞങ്ങളുടെ മേടിച്ച് നക്കലും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നൈസായിട്ട് ഞങ്ങളെ പണിത് കളഞ്ഞ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെന്ന്. പുള്ളി കോതമംഗൽ ഏരിയ അപ്പുറത്തു മൂവാറ്റുപുഴ കോതമംഗൽ ഏരിയയിൽ നിന്ന് ഇവരുടെ അപ്പൻ്റെ കാലത്തൂടെ അവരധ്വാനിച്ചു. അത് കഴിഞ്ഞ് തൊഴിലാളി യൂണിയനിൽ പെട്ടു. പുള്ളി ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ. അവരൊക്കെ ഈ കേസ് ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കാനായിട്ട് അവർ CPM തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ അനുസരിച്ച് ഒരു വ്യക്തിക്കും സ്വകാര്യ സമ്പത്ത് പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ അനുസരിച്ച് ഒരാൾക്കും സ്വകാര്യ സമ്പത്ത് പാടില്ല. പക്ഷെ ഇവർക്ക് എങ്ങനെയാണ് സ്വകാര്യ സമ്പത്തുണ്ട്? എല്ലാം പാർട്ടി സ്വത്താണ്. ചൈനയിലാണെങ്കിലും പാർട്ടി സ്വത്തായിരുന്നു. ഏറ്റവും സമ്പത്തുള്ള പാർട്ടി ഏതാ കേരളത്തില്? CPM അല്ലേ? അതുപോലെ നേതാക്കന്മാര് ഇന്ന് ഈ നേതാക്കന്മാര് എന്ന് പറഞ്ഞാൽ ഇന്ന് മൾട്ടി മില്യണറുകളല്ലേ ഇന്നെല്ലാവരും. അതായത് ഇടതുപക്ഷത്തിൽ എനിക്ക് ഏറ്റവും ബഹുമാനം ഉണ്ടായിരുന്ന ഒരേ ഒരു നേതാവുണ്ട്, K. നയനാരൻ. അത് പറയാതിരിക്കാൻ പറ്റിയല്ല. ഞങ്ങൾ CPM-കാരനല്ല, പക്ഷെ പുള്ളി ഒത്തിരി ജനകീയനായിരുന്നു. പുള്ളിയുടെ നമ്മുടെ ഇടുക്കി ജില്ലയുടെ ആദ്യത്തെ കളക്ടർ. അതുകൊണ്ട് പുള്ളിക്ക് എന്ത് പറ്റി? പുള്ളി ഇന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? പുള്ളിയുടെ മക്കളുടെ അവസ്ഥ എന്താ? പുള്ളിയുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താ? പുള്ളിയൊന്നും ഒന്നുമല്ലാതായിപ്പോയി. അതായത് പുള്ളിയുടെ വൈഫ് പറഞ്ഞൊരു വാചകമുണ്ട്. റോമിൽ പോയപ്പോൾ പുള്ളിക്ക് മാർപ്പാപ്പ ഒരു കൊന്തയോ മറ്റോ കൊടുത്തു. കൊന്തയാണോ ബൈബിൾ കൊടുത്തു. ബൈബിൾ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അന്നത്തെ ജോൺ പോൾ മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ പുള്ളിക്കാരി ആ കൊന്ത എടുത്തു അവരത് കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ട ആ ടീച്ചറുടെ കൈ പിടിച്ച് ഞാൻ ഇന്നും ഓർക്കുന്നു. പുള്ളിക്കാരി അതെടുത്ത് അന്ന് TV കാണിച്ച് അന്ന് TV കൂടെ അത് കണ്ടത് ആരാണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അത്ര ജനങ്ങളെ സേവിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ. പക്ഷെ പിണറായി വിജയൻ എനിക്ക് അച്യുതാനന്ദൻ പോലും അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.